Now we are going to discuss about what is the decimal form of 1 by 3. Okay, 1 by 3യുടെ ഡെസിമൽ ഫോം നമുക്കിവിടെ എഴുതണം. ഈ 1 by 3 എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ടെന്നോ ടെന്നിൻ്റെ പവേഴ്സോ ആയി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ആദ്യം ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. സോ അങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് 3യെ ഏത് നാച്ചുറൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും അത് 10 ആവുന്നില്ല, ആൻഡ് 100 ആവുന്നില്ല, 1000 ആവുന്നില്ല. അങ്ങനെ ഏതെങ്കിലും നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഓക്കെ, സോ മറ്റേതെങ്കിലും രീതിയിൽ ഈ 1 by 3യുടെ ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടുമോ എന്നാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഹിയർ ഐ എം കൺസിഡറിങ് the fraction 1 by 3. ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ചെയ്യും, അതേ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു റിസൾട്ടിൽ എത്തിക്കുകയാണ്. സോ ലിസൺ. സോ 1 by 3 ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by 3യുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ 1 by 3 multiply numerator and denominator of 1 by 3 by 10. ഓക്കെ, സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് 10 by 3 into 1 by 10 എന്ന് എഴുതുന്നു. ജസ്റ്റ് ഈ 10നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, വേറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി represented as 10 by 3 into 1 by 10. Okay, then what is the value of 10 by 3? 10 by 3. So 10 divided by 3 equal to 3 3s are 9. So the remainder is 1. So the answer quotient 3 ആണ്, and remainder is 1, and divisor is 3. So 3 1 by 3 is the answer, or 3 plus 1 by 3 എന്നും നമുക്ക് എഴുതാം. So 3 1 by 3 or 3 plus 1 by 3 is the answer. So 10 by 3 can be represented as 3 plus 1 by 3. Okay, so 3 plus 1 by 3. ഇനി ഈ 1 by 3യുടെ 10 by 3 into 1 by 10ൽ നമ്മളിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ 3 plus 1 by 3 equal to into 1 by 10. So which is equal to, what is 3 into 1 by 10? 3 into 1 by 10 plus 1 by 3 into 1 by 10. Okay, 1 by 3 into 1 by 10. This is equal to 3 into 1 by 10 is 3 divided by 10 plus 1 by 3 into 1 by 10 is 1 by 30. Okay, so 1 by 3 can be represented as 3 by 10 plus 1 by 30. Okay, ഇതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു റിസൾട്ട്. ഓക്കെ, സോ ഇതെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആദ്യം ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ജസ്റ്റ് ഒന്ന് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, 100. സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് 100 divided by 3 into 1 by 100. സിമിലർ വേ ആണ്, എല്ലാം അതുപോലെ തന്നെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ 100 divided by 3 എത്രയാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. സോ 100 divided by 3, 10ൽ 3 times 9, 10 minus 9 is 1, 0 താഴെ ഇറക്കിയിടുന്നു, ആൻഡ് 10ൽ 3 times 9, remainder is 1.
So 100 by 3 can be represented as 100 by 3 can be written as 33 1 by 3. Okay, 33 is the quotient, 1 is the remainder, and 3 is the dividend. Okay, so 100 by 3 is 33 1 by 3. It is also can be represented as 33 plus 1 by 3. Okay, so in this equation 100 by 3 can be replaced by 33 1 by 3. Okay, so which is equal to 33 plus 1 by 3 into 1 by 100. Okay, 33 plus 1 by 3 into 1 by 100, which is equal to 33 into 1 by 100. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 1 by 100നെ രണ്ട് ടേംസിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് 1 by 3 ഇൻറ്റു 1 by 100. രണ്ട് ടേംസിലും 33 മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയും ചെയ്ത് 1 by 100 വെച്ച് രണ്ട് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. 33 ഇൻറ്റു 1 by 100 പ്ലസ് 1 by 3 ഇൻറ്റു 1 by 100. It's equal to 33 into 1 by 100 is 33 divided by 100 plus 1 by 3 into 1 by 100 equal to 1 by 300. Okay, so this is our next result. 1 by 3 equal to 33 divided by 100 plus 1 by 300. Okay, so now let us consider another way, that is 1 by 3യുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 100ന് പകരം നമ്മൾ ഒരു 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ 1 by 3 into numerator and denominator is multiplying by 1000. So which is equal to can be written as 100 by 3 into 1 by 1000 by 3 into 1 by 1000. We know that 1000 by 3 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1000 divided by 3 equal to 10ൽ 3 times 9 1 0. So 3 times 9 1 0 9 3 times 9 1. So the answer is 333 plus 1 by 3. Okay, here the quotient is 333 and remainder is 1 and dividend is 3. Okay, so this is our value 1000 divided by 3. 1000 divided by 3 equal to 3333 plus 1 by 3. Okay, so we can represent 1000 divided by 3 as 333 plus 1 by 3 into 1 by 1000. Okay, 333 plus 1 by 3 into 1 by 1000. So multiply 1 by 1000 with these two terms. 333 into 1 by 1000 plus 1 by 3 into 1 by 1000. Okay, so which is equal to 333 into 1 by 1000 equal to 333 divided by 1000 plus
1/3 into 1/1000 equal to 1 into 1 is 1 and 3 into 1000 is 3000. Okay, so നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതാണ്. 1/3 equal to 333 divided by 1000 plus 1/3000. Okay, so this is our result. ഇനി ഇവിടെ കിട്ടിയിട്ടുള്ള, അതായത് 1/3യുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും അതുപോലെ 100,000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും കിട്ടിയിട്ടുള്ള റിസൾട്ട് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ലിസൺ. സോ 1/3 equal to 3/10 പ്ലസ് 1/30. ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയിരുന്നത്. ആൻഡ് 1/3 equal to 33 divided by 100 plus 1/300. Okay, and 1/3 equal to 333 divided by 1000 plus 1/3000. ഇതാണ് നമുക്ക് അടുത്ത് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ 1/3 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 333. അടുത്തത് നമ്മളൊരു 10,000 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 3,333 divided by 10,000 പ്ലസ് 1/30,000 ആയിരിക്കും വരിക. 1/30,000 ആയിരിക്കും വരിക. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലെല്ലാത്തിലെയും ഈ രണ്ടാമത്തെ ടേം 1/30, 1/30, 1/300, 1/3000, 1/30,000 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ന്യൂമറേറ്റർ മാറുന്നില്ല, അത് 1 ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്ത് പോകുന്നു. ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററുടെ വാല്യൂ എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നോ അത്രമാത്രം വാല്യൂ ചെറുതായിക്കൊണ്ടിരിക്കും. ഡിനോമിനേറ്ററുടെ വാല്യൂ ഫ്രാക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ ഫ്രാക്ഷൻ്റെ വാല്യൂ ചെറുതായി അത് സീറോയോട് അടുത്ത് വരും. ഓക്കെ, സോ നമുക്ക് ഈ പറയുന്ന എല്ലാ ടേംസും ഇവിടെ നിന്ന് അടുത്തൊരു ടേം ഞാൻ എഴുതാൻ പോവാണ്. 1/3 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 33333 ഡിവൈഡഡ് ബൈ 1000000. ഇങ്ങനെയും നമുക്ക് അത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ 1/3000 എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് അതായത് സീറോയുടെ വളരെ അടുത്ത് കിടക്കുന്ന വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വാല്യൂ ഇവിടെ നിന്നും എലിമിനേറ്റ് ചെയ്യുന്നു. സോ ദ ആൻസർ ഇസ്, വി നോ ദാറ്റ് ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്റർ 10ൻ്റെ പവർ ആയതുകൊണ്ട് തന്നെ 1/3 ഈക്വൽ ടു 0.3333 എക്സെട്ര. ഇതായിരിക്കും നമ്മുടെ 1/3യുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ.